സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഐസോകോൺസിനെ കുറിച്ചായിരുന്നു അല്ലേ. ഐസോകോണ്ട് എന്താണ്, അതുപോലെ ഐസോകോണ്ട് മാപ്പ് എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് ഐസോകോൺസ് ആണ്. എന്തൊക്കെയാണ് ഐസോകോൺസിൻ്റെ ഫീച്ചേഴ്സ് എന്നുള്ളതാണ് കേട്ടോ. So the important features of isocones are the following. ഏതാണ്? The first one is isocones are negatively sloped in the relevant range. Isocones negatively sloped ആണ്. relevant റേഞ്ചുകളിൽ isocones negatively sloped ആണ്. എന്താണ് relevant range എന്ന് പറയുന്നത്? The relevant range or the economic region is the range in which a profit maximizing producer will operate. റെലവൻറ്റ് റേഞ്ച് അല്ലെങ്കിൽ എക്കണോമിക് റീജിയൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റേഞ്ച് ഇൻ വിച്ച് എ പ്രോഫിറ്റ് മാക്സിമൈസിങ് പ്രൊഡ്യൂസർ വിൽ ഓപ്പറേറ്റ്. പ്രോഫിറ്റ് മാക്സിമൈസിങ് എന്ന ഉദ്ദേശത്തോടു കൂടെ ഒരു പ്രൊഡ്യൂസർ വർക്ക് ചെയ്യുന്ന ഒരു ഏരിയ, ഒരു റേഞ്ചാണ് എക്കണോമിക് റീജിയൻ എന്ന് പറയുന്നത്. So an isocone shows the locus of the combinations of two factors of production that produce the same level of output. നമുക്കറിയാലോ ഐസോകോണ്ട് എന്താ കാണിക്കുന്നത്? ഇറ്റ് ഈസ് എ ലോക്കസ് ഓഫ് കോമ്പിനേഷൻ ഓഫ് ടു ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. രണ്ട് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ കോമ്പിനേഷൻസ് ഒരുമിച്ച് യോജിപ്പിച്ചാൽ കിട്ടുന്ന ഒരു രേഖയാണല്ലോ ഐസോകോണ്ട്. അതായത് അത് സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ടിനെ ആയിരിക്കും കാണിക്കുന്നത്. An increase in the quantity of one input means a decrease in the quantity of other input and vice versa. ഏതെങ്കിലും ഒരു ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? മറ്റ് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഇൻപുട്ട് എന്ന് പറയുന്നത് നമ്മൾ കുറക്കണം. അതുകൊണ്ടാണ് ഇത് നെഗറ്റീവ്ലി സ്ലോപ്ഡ് ആണെന്ന് പറയാൻ കാരണം. ഓക്കെ, ഏതെങ്കിലും ഒരു ഫാക്ടർ, അതായത് ഇപ്പോൾ അതായത് ലേബർ, ക്യാപിറ്റൽ എന്ന് പറയുന്ന ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ലേബർ ഒന്നും കൂടെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ക്യാപിറ്റൽ കുറക്കണം. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഐസോകോൺസ് നെഗറ്റീവ്ലി സ്ലോപ്ഡ് ആണെന്ന് പറയാൻ കാരണം. The producer can produce a given level of output if an increased use of one input is compensated by a reduction in other input. പ്രൊഡ്യൂസർക്ക് ഒരു ഗിവൺ ലെവൽ ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നത്? ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഒരു യൂണിറ്റ് അധികം യൂസ് ചെയ്താൽ മറ്റേത് അത് കോമ്പൻസേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? മറ്റ് ഇൻപുട്ടിൽ കുറച്ചിട്ടാണ്, റിഡ്യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഇൻക്രീസ് കോമ്പൻസേഷൻ നടത്തുന്നത്, നഷ്ടപരിഹാരം എന്ന രീതിയിൽ നടത്തുന്നത്. അങ്ങനെ വരുന്നത് കൊണ്ടാണ് ഐസോകോണ്ട് നെഗറ്റീവ്ലി സ്ലോപ്ഡ് ആണെന്ന് പറയാൻ കാരണം. Due to this requirement of technical substitution, isocones will always have a negative slope. അപ്പോൾ നമ്മളെന്താ മൊത്തത്തിൽ പറഞ്ഞത്? ഐസോകോൺസ് റെലവൻറ്റ് റേഞ്ചിൽ നെഗറ്റീവ്ലി സ്ലോപ്ഡ് ആണ് എന്നല്ലേ. എന്താ റെലവൻറ്റ് റേഞ്ച് എന്ന് പറയുന്നത്? ഒരു പ്രോഫിറ്റ് മാക്സിമൈസിങ് പ്രൊഡ്യൂസർ ഓപ്പറേറ്റ് ചെയ്യുന്ന എക്കണോമിക് റീജിയൻ അല്ലെങ്കിൽ റീജിയൻ ആണ് എക്കണോമിക് റീജിയൻ അല്ലെങ്കിൽ റെലവൻറ്റ് റേഞ്ച്. എന്തുകൊണ്ടാണ് ഐസോകോൺസ് നെഗറ്റീവ്ലി സ്ലോപ്ഡ് ആണെന്ന് പറയാൻ കാരണം? ഒരു ഇൻപുട്ട് അധികം യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മറ്റേ ഇൻപുട്ട് എന്ത് ചെയ്യണം? നമ്മൾ കുറക്കണം, ഉപയോഗിക്കുന്നതിൻ്റെ അളവ് കുറക്കണം. അതുകൊണ്ടാണ് ഐസോകോൺസ് നെഗറ്റീവ്ലി സ്ലോപ്ഡ് ആണെന്ന് പറയാൻ കാരണം. ഓക്കെ, സെക്കൻഡ് പ്രോപ്പർട്ടി ഈസ് ഐസോകോൺസ് cannot intersect or be tangent. ഐസോകോൺസുകൾ പരസ്പരം എന്ത് ചെയ്യുന്നില്ല? കൂട്ടിമുട്ടുന്നില്ല. ഇൻഡിഫറൻസ് കർവിൻ്റെ കേസിലും നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടി പറഞ്ഞതാണ്. ഇൻഡിഫറൻസ് കർവ് എന്ത് ചെയ്യൂല? ഇൻ്റർസെക്റ്റ് ചെയ്യൂല, അല്ലെങ്കിൽ ടാൻജൻ്റ് ആവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഐസോകോൺസ് എന്തുകൊണ്ടാണ് ഇൻ്റർസെക്റ്റ് ചെയ്യില്ല എന്ന് പറയുന്നത്? ബിക്കോസ് ഈച്ച് ഐസോകോൺസ് റെപ്രസെൻ്റ് എ ഗിവൺ ലെവൽ ഓഫ് ഔട്ട്പുട്ട് ദേ കനോട്ട് ഇൻ്റർസെക്റ്റ്. ഓരോ ഐസോകോൺസും പ്രതിനിധീകരിക്കുന്നത് ഓരോ ലെവൽ ഓഫ് ഔട്ട്പുട്ടിനെയാണ് അല്ലേ. ഇപ്പോൾ നമ്മൾ ഐസോകോണ്ട് മാപ്പ് പറഞ്ഞപ്പോൾ കുറേ ഐസോകോൺസ് തന്നിട്ടുണ്ട്. അതിൽ ഓരോ ഐസോകോൺസ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഓരോ ലെവൽ ഓഫ് ഔട്ട്പുട്ടിനെ ആയിരിക്കും. ആദ്യത്തേത് 100 ആണെങ്കിൽ സെക്കൻഡ് 200 ആവാം, പിന്നെ തേർഡ് 300 ആവാം, 400 ആവാം. അപ്പോൾ ഓരോ ഐസോകോൺസ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഓരോ എമൗണ്ട് ഓഫ് ഔട്ട്പുട്ടിനെയാണ്. അപ്പോൾ അത് രണ്ടും ഇൻ്റർസെക്റ്റ് ചെയ്താൽ എന്താണ് വരിക? രണ്ടും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിൽ പറയുന്ന ആ പോയിന്റിൽ ഒരേ സംഖ്യയാണെന്ന് സൂചിപ്പിക്കും അല്ലേ. അതൊരിക്കലും നടക്കില്ല എന്നാണ് പറയുന്നത്. അത് നമ്മൾ ഇൻഡിഫറൻസ് കർവിൻ്റെ കേസിൽ പറഞ്ഞിട്ടുണ്ട്. കൂട്ടിമുട്ടിട്ട് വരുന്നൊരു നമ്മൾ ഗ്രാഫ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കുക കേട്ടോ.
If two isochrones did intersect, then two different levels of output would become equal at the point of intersection. രണ്ട് ഐസോകോൺസുകൾ തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്താലുള്ള പ്രശ്നം എന്താണ്? ദ ടു ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ഔട്ട്പുട്ട് വുഡ് ബിക്കം ഈക്വൽ. രണ്ട് ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ഔട്ട്പുട്ട് എന്താവും? സെയിം ആണെന്ന് നമ്മൾ പറയേണ്ടി വരും. ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ആ പോയിന്റിൽ രണ്ട് ഡിഫറെൻറ്റ് ലെവൽ ഓഫ് ഔട്ട്പുട്ട് സെയിം ആണെന്ന് നമ്മൾ പറയേണ്ടി വരും. അതെന്താണ്? ലോജിക്കലി ഇമ്പോസിബിൾ ആണ് അല്ലേ? അതൊരിക്കലും പോസിബിൾ ആയിട്ടുള്ള സാധ്യമായിട്ടുള്ള ഒരു കാര്യമല്ല. ഇത് പറയുമ്പോൾ അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നമ്മൾ ഇൻഡിഫറൻസ് കർവിൻ്റെ കേസ് ഒന്ന് നോക്കുക. അവിടെ ഐസോകോൺസിൻ്റെ രൂപത്തിലാക്കിയിട്ട് നമ്മൾ ഇതിൻ്റെ കൂടെ എഴുതുക. ഓക്കെ. മൂന്നാമത്തെ എന്താണ്? ഐസോകോൺസ് ആർ കോൺവെക്സ് ടു ദ ഒറിജിൻ. ഐസോകോൺസ് കോൺവെക്സ് ഷേപ്പാണ്. Convexity of isochrones means that they bow inward to the origin. ഐസോകോൺസിൻ്റെ കോൺവെക്സിറ്റി എന്തിനാണ് സൂചിപ്പിക്കുന്നത്? അതായത് അത് ഒറിജിനിലേക്ക് വളഞ്ഞു നിൽക്കുകയാണ് അല്ലേ? ദേ ബൗ ഇൻവേർഡ് ടു ദി ഒറിജിൻ. The slope of an isochrone decreases from the upper left to lower right. ഒരു ഐസോകോണിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് അപ്പർ ലെഫ്റ്റിൽ നിന്ന് ലോവർ റൈറ്റിലേക്ക് ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. ദിസ് ഈസ് ഡ്യൂ ടു ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ. എന്തുകൊണ്ടാണ് അങ്ങനെ കുറഞ്ഞു വരുന്നത്? ദിസ് ഈസ് ഡ്യൂ ടു ദി ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾ ഓർത്ത് വെക്കണം. എന്താണ് ഈ ഒരു ടേം ഓർത്ത് വെക്കുക? ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ. നമ്മൾ ഇൻഡിഫറൻസ് കർവിൽ ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണെന്ന് പറഞ്ഞത് അല്ലേ? ഐസോകോണിൻ്റെ കേസിൽ എന്താ വരുന്നത്? ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ. ഒരു ടെക്നിക്കൽ എന്ന് പറയുന്നത് ഐസോകോണിൽ അധികം വരും. ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണ്? അവിടെ നമ്മൾ ഫാക്ടേഴ്സ് ഓഫ് റിഡക്ഷൻ ആണ് ഉപയോഗിക്കുന്നത് അല്ലേ? Diminishing marginal rate of technical substitution means that as labor is substituted for capital along an isochrone, the amount of labor that must be substituted for a given amount of capital become progressively larger in order to maintain a given level of output. അപ്പോൾ തന്നിട്ടുള്ള ലെവൽ ഓഫ് ഔട്ട്പുട്ട് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ അധികം യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മറ്റ് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ നമ്മൾ കുറയ്ക്കണം. അങ്ങനെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുകയാണ് അല്ലേ? ഒന്നിന് പകരം മറ്റൊന്ന് എന്നുള്ള രീതിയിലൊരു സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്നത് കൊണ്ട് ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്നതിൻ്റെ അളവ് ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. ഡിമിനിഷിംഗ് ആണ്. ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ. അതുകൊണ്ടാണ് ഐസോകോൺസ് കോൺവെക്സ് ടു ഒറിജിൻ എന്ന് പറയാനുള്ളൊരു കാരണം. ഇപ്പോൾ നാലാമത്തെ പ്രോപ്പർട്ടി എന്താണ്? ഹയർ ഐസോകോൺസ് കറസ്പോണ്ട്സ് ടു ഹയർ ലെവൽ ഓഫ് ഔട്ട്പുട്ട്. നമ്മൾ ഈ ഐസോകോൺ മാപ്പ് പറഞ്ഞതാണ്. ഓരോ ഐസോകോൺസും കാണിക്കുന്നത് ഓരോ ലെവൽ ഓഫ് ഔട്ട്പുട്ടിനെയാണ് അല്ലേ? അപ്പോൾ ഒന്നിൻ്റെ വലത് ഭാഗത്തേക്ക്, അതായത് വരച്ചിട്ടുള്ള ഐസോകോണിൻ്റെ വലത് ഭാഗത്തേക്ക് വരുന്നതൊക്കെ ഹയർ ലെവൽ ഓഫ് ഔട്ട്പുട്ടിനെ ആയിരിക്കും കാണിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഹയർ ഐസോകോൺസ് കാണിക്കുന്നത് എന്താണ്? ഹയർ ലെവൽ ഓഫ് ഔട്ട്പുട്ടാണ്. The farther an isochrone is from the origin, the greater the level of output that it represents. ഒറിജിനിൽ നിന്ന് അകലേക്ക് പോകുന്തോറും എന്ത് ചെയ്യുന്നു? ആ കാണിക്കുന്ന ഐസോകോൺ, തന്നിട്ടുള്ള ഐസോകോണിൻ്റെ ഹയർ ലെവൽ ഓഫ് ഔട്ട്പുട്ടിനെ ആയിരിക്കും നമുക്ക് കാണിക്കുന്നത്. ഓക്കെ. Then the fifth one is isochrones are everywhere dense. Isochrones are everywhere dense. Dense means സാന്ദ്രത എന്നുള്ളതാണ്. Density of isochrones means that there are an infinite number of isochrones. Density means സാന്ദ്രത. അപ്പോൾ ഐസോകോൺസിൻ്റെ ഡെൻസിറ്റി എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? There are an infinite number of isochrones. ഐസോകോൺസ് ഒരുപാടുണ്ട് അല്ലേ? നമ്പറിലത് ഒരുപാടുണ്ട്. There is an isochrone for each possible level of output and through each point in the space bounded by the labor and capital axis. ഐസോകോൺസ് ഓരോ പോസിബിൾ ലെവൽ ഓഫ് ഔട്ട്പുട്ടിനൊക്കെ നമുക്ക് ഐസോകോൺസ് വരയ്ക്കാൻ കഴിയും. ഓക്കെ. ഓരോ പോസിബിൾ ലെവൽ ഓഫ് ഔട്ട്പുട്ടിനൊക്കെ നമുക്ക് ഐസോകോൺസ് വരയ്ക്കാൻ കഴിയും. ദസ് ബിറ്റ്വീൻ എനി ടു ഐസോകോൺസ് അനദർ ക്യാൻ ഓൾവേസ് ബി ഡ്രോൺ. അതുകൊണ്ട് തന്നെ ഒരു ഐസോകോൺസ് വരച്ച്, അതായത് ഒരു ഐസോകോൺസ് വരച്ച് മറ്റൊരു ഐസോകോൺസ് നമ്മൾ ആദ്യമേ വരച്ചിട്ടുണ്ടെങ്കിലും അതിനിടയിൽ നമുക്ക് വേറെ ഐസോകോൺസും കൂടെ വരയ്ക്കാൻ പറ്റും. ഓക്കെ. ദസ് ബിറ്റ്വീൻ എനി ടു ഐസോകോൺസ് അനദർ ക്യാൻ ഓൾവേസ് ബി ഡ്രോൺ. നെക്സ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഐസോകോൺ ഷോസ് കാർഡിനൽ മാഗ്നിറ്റ്യൂഡ്സ്. ഐസോകോൺസ് ഇൻഡിക്കേറ്റ് ഫിസിക്കൽ മാഗ്നിറ്റ്യൂഡ്സ് ദാറ്റ് ആർ കാർഡിനലി മെഷേർഡ്. അതായത് നമ്പേഴ്സ് രൂപത്തിൽ നമുക്ക്
അത് അളക്കാൻ കഴിയുമെന്നില്ല. നമുക്ക് ഗിവൺ ലെവൽ ഓഫ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഏത് നമ്പേഴ്സ് രൂപത്തിൽ നമുക്ക് പറയാൻ പറ്റുമെന്നുള്ളതാണ് 6ാമത്തെ പ്രോപ്പർട്ടി ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഐസോകോൺ ഷോസ് കാർഡിനൽ മാഗ്നിറ്റ്യൂഡ്സ്. Then the last one is the spacing of isocones reflex returns to scale. അതായത് ഐസോകോൺസ് തമ്മിലുള്ള അകലം സൂചിപ്പിക്കുന്നത് എന്താണ്? റിട്ടേൺസ് ടു സ്കെയിലിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഇപ്പോൾ കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ ഈസ് റെപ്രസെൻറ്റഡ് ബൈ ഐസോകോൺ സ്പേസ് അറ്റ് ഈക്വൽ ഇൻ്റർവൽസ്. നമ്മൾ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ പറഞ്ഞല്ലേ, അതുപോലെ ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഈ റിട്ടേൺസ് ടു സ്കെയിലിന് നമ്മൾ പറയുന്നത് ഈ ഐസോകോൺസ് വെച്ചിട്ടാണല്ലോ. ഈ ഐസോകോൺസ് തമ്മിലുള്ള അകലം ഓരോ റിട്ടേൺസ് ടു സ്കെയിലിനെയും സൂചിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ 3 സ്റ്റേജസ് ഉണ്ട് ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിലിൽ: ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ, കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ ആൻഡ് ഡിമിനിഷിങ് റിട്ടേൺസ് ടു സ്കെയിൽ, അല്ലെങ്കിൽ ഡിക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ. അപ്പോൾ ഈ ഐസോകോൺസിൻ്റെ സ്പേസിങ് കാണിക്കുന്നത് ഈ റിട്ടേൺസ് ടു സ്കെയിലിനെയാണ്. അപ്പോൾ ഈ കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ ഈസ് റെപ്രസെൻറ്റഡ് ബൈ ഐസോകോൺ സ്പേസ് അറ്റ് ഈക്വൽ ഇൻ്റർവെൽസ്. കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ സൂചിപ്പിക്കുന്നത് ഐസോകോൺസിന് തമ്മിലുള്ള അകലം ഈക്വൽ ആണ് എന്നുണ്ടെങ്കിൽ അത് കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിലാണ്. അപ്പോൾ ഐസോകോണ്ട് 1ഉം ഐസോകോണ്ട് 2ഉം നമ്മൾ വരച്ചു, 3ഉം വരച്ചു, 4ഉം വരച്ചു. ഇതൊക്കെ തമ്മിലുള്ള അകലം ഈക്വൽ ആണെങ്കിൽ അത് കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ. If there are constant returns to scale, doubling of both inputs will double output, tripling of both inputs will triple output and so on. അപ്പോൾ കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ ആണെന്നുണ്ടെങ്കിൽ ഇൻപുട്സ് ഇപ്പോൾ നമ്മൾ ഡബിൾ ചെയ്തു, അപ്പോൾ എന്ത് ചെയ്യും? ഔട്ട്പുട്ടും ഡബിൾ ചെയ്യും. ഇനി ട്രിപ്ലിംഗ് ആണ് നടത്തിയെന്നുണ്ടെങ്കിൽ അത് ഔട്ട്പുട്ടും ട്രിപ്പിൾ ചെയ്യും. ഓക്കെ, ഇപ്പോൾ 20 ഇൻപുട്സ് നമ്മൾ അധികം ഉപയോഗിച്ചിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് 20 യൂണിറ്റ്സ് കൂടിയിട്ടുണ്ടാകും. ഓക്കെ, ഇനി 30 യൂണിറ്റ്സ് ആണ് കൂടിയിട്ടുണ്ടെങ്കിൽ അത് ഔട്ട്പുട്ടിൽ 30 യൂണിറ്റ്സ് വർധനം ഉണ്ടായിട്ടുണ്ടാകും. അല്ലെങ്കിൽ നമ്മൾ ട്രിപ്ലിംഗ് പറയില്ലേ, അതേപോലെ. ഇനി ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ ആണെന്നുണ്ടെങ്കിൽ എന്താ വരിക? ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ ഈസ് റെപ്രസെൻറ്റഡ് ബൈ ഐസോകോൺ സ്പേസ് അറ്റ് റെഡ്യൂസിങ് ഇൻ്റർവെൽ ആസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദി ഒറിജിൻ ഈസ് ഓൺ ദി റൈസ്. ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ ആണെന്നുണ്ടെങ്കിൽ ഡിസ്റ്റൻസിൽ നിന്ന് നമ്മളൊരു ഐസോകോൺസ് വരച്ച് മറ്റൊന്ന് വരയ്ക്കുമ്പോൾ അത് നല്ല ഗ്യാപ്പ് ഉണ്ടാവും, പിന്നെ വരയ്ക്കുന്നത് അത്ര ഗ്യാപ്പ് ഉണ്ടാവില്ല. അടുത്തത് വരയ്ക്കുമ്പോൾ ആ ഗ്യാപ്പ് ഇങ്ങനെ കുറഞ്ഞ് വരിക. അതാണ് ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, എങ്ങനെയാണ് വരിക? ആദ്യം ഒന്ന് വരച്ചു, പിന്നെ അടുത്തത് വരച്ചു, പിന്നെ അടുത്തത് വരച്ചു, അടുത്തത് വരച്ചു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഗ്യാപ്പ് ഇങ്ങനെ കുറഞ്ഞു വരില്ലേ? ഇതും തമ്മിലുള്ള ഗ്യാപ്പ് അധികം ഉണ്ട്. ഇത് ഇത്ര അല്ല, ഇത് അത്ര അല്ല. അപ്പോൾ നമ്മൾ ഒറിജിനിൽ നിന്ന് വേറെ എവിടേക്ക് പോകും തോറും എന്ത് ചെയ്യുന്നു? ഐസോകോൺസ് തമ്മിലുള്ള ഗ്യാപ്പ് കുറയുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുന്നത്. Whereas decreasing returns to scale is represented by isocones that are spaced at increasing intervals. Decreasing returns to scale ആണെങ്കിൽ എന്താ വരിക? ഐസോകോൺസിൽ തമ്മിലുള്ള അകലം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ട് വരും. അപ്പം അതെങ്ങനെ വരയ്ക്കുക? ഐസോകോൺസ് തമ്മിലുള്ള അകലം വർദ്ധിച്ചു വരും. ഓക്കെ, ഈ തമ്മിലുള്ള അകലം എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്തുകൊണ്ട് വരും. ഇനി കുറച്ച് അപ്പുറത്താവും, പിന്നെ അപ്പുറത്താവും, അങ്ങനെ വരിക. സോ ദ സ്പേസിങ് ഓഫ് ഐസോകോൺസ് റിഫ്ലക്ട്സ് റിട്ടേൺസ് ടു സ്കെയിൽ. കാര്യം ഓർത്ത് വെക്കുക കേട്ടോ. ഐസോകോൺസ് തമ്മിലുള്ള അകലം, അത് തമ്മിലുള്ള സ്പേസ് എന്ന് പറയുന്നത് റിട്ടേൺസ് ടു സ്കെയിലിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ലോ ഓഫ് റിട്ടേൺസ് സ്കെയിൽ പഠിക്കുമ്പോൾ ഇത് നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഐസോകോൺസിൻ്റെ പ്രോപ്പർട്ടീസ് പറയുന്നത്. എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് ഐസോകോൺസ് ആർ നെഗറ്റീവ്ലി സ്ലോപ്ഡ് ഇൻ ദ റിലവൻറ്റ് റേഞ്ച്. ദ സെക്കൻഡ് വൺ ഈസ് ഐസോകോൺസ് cannot intersect. Third is isocones are convex to the origin. Fourth is higher isocones corresponds to higher level of output. The fifth is isocones are everywhere dense. Sixth is isocone shows cardinal magnitude. And the last one is the spacing of isocones reflects returns to scale. Okay, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്.